എന്നാ ശരി, പോയി വരാം. ശരി. കഷ്ടകാലം വന്നപ്പോ ഞങ്ങളിട്ട് ഓടിപ്പോയിന്ന് കരുതല്ലേ? ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല, പറഞ്ഞതുമില്ലല്ലോ. അതെ, ഈ 4 എണ്ണത്തിനോടും എനിക്കൊന്ന് പറയാനുണ്ട്. നിങ്ങൾ ചെവിയിൽ ഓരോന്ന് ഓതി കൊടുത്തത് കേട്ട് ചാടി ഇറങ്ങിയതിന്റെ ഫല ഇപ്പൊ അനുഭവിക്കണേ. ഇനി ഇയാളുടെ ജീവനെടുക്കണോ? അതിനാണോ ഇപ്പൊ തിരിച്ചു വന്നിരിക്കണേ? ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവരല്ല വാരരെ ഞങ്ങള്. ആണോ? എന്നാ ദയവ് ചെയ്ത് ഇവിടുന്ന് ഒന്ന് പോവാ. അങ്ങനെ ഒരു നന്ദി കാട്ടുക ഇപ്പൊ വേണ്ടത്. നീലം വീണപ്പോ നമ്മൾ കാവല് വേണമായിരുന്നു. തെറ്റന്നെ നമ്മൾ കാണിച്ചത്. എന്ത് ചെയ്യാനാ, ശേഖരന് പെരട്ടി ബല. എന്നാൽ എത്ര നാളാ ഇരുട്ടിന്റെ മറവറ്റി കഴിയാൻ? തിരിച്ചു കൊടുക്കാൻ കഴിയും പോലെ കൊടുക്കണം, എന്നാലേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂ. വിടരുത്, ഈ നായ വിടരുത്. ഒരു കാറ് കത്തിയ അതെനിക്ക് പുല്ല. പകരം നിന്റെ ഈ തറവാട് കത്തിച്ചു കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയൊന്നാ. ഇന്നലെ നടന്നതൊന്നും എന്റെ അറിവോടെ അല്ല. എനിക്കൊരു പടയിലും താല്പര്യവുമില്ല. നീ വെറുതെ പേടിക്കുകയാണ്. പേടിയല്ല നീലേണ്ട, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം, പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ. അപ്പോഴേ എനിക്ക് ഈ കളിയിൽ ഹാരം കൂടൂ. നിന്നെ ഞാൻ ഇറക്കും. മുണ്ടക്കൽ ഉത്സവത്തിന് ഇനി അധികം നാളില്ല. നിനക്കതിന് കഴിയില്ല. തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ തളർന്നുപോയി കയ്യിൽ ഒരു കത്തി കെട്ടി വെച്ച് ഞാൻ വന്നനെ മുണ്ടക്കലെ വാതിലും ചവിട്ടി തുറന്ന്. പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുക. ഓർമ്മിപ്പിക്കാൻ നീ വെറുതെ ശ്രമം നടത്തണ്ട. ചേര, നീ പോ. അങ്ങനെ മുണ്ടക്കല് കൊടി കയറി. കഴിഞ്ഞ കൊല്ലത്തെ ഉത്സവം ഇന്നലെ കഴിഞ്ഞ പോലുണ്ട്. ഒന്ന് നിന്നേ, നിക്കാൻ നേരമില്ല വൈതലേ. ഉത്സവം എത്തിയില്ലേ, എല്ലാത്തിനും കിടന്നോടെ ഞാൻ ഒരാൾ വേണ്ടേ? ഇല്ലാത്ത സഭയുണ്ടാക്കി അച്യുതം വന്നിരിക്കണതേ കാര്യങ്ങൾ ഉറപ്പിച്ച് ഒരു തീയതി നിശ്ചയിക്കാനാ. എന്താ നീ പറയണത്? ഞങ്ങൾ തമ്മിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നു മാത്രം അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവില്ല. തല വെട്ടെന്ന് പറഞ്ഞാലും ഭാനു ഇതിന് സമ്മതിക്കില്ല എന്ന്. അതിന് അച്യുതേട്ടൻ അച്ഛനെ കുറ്റം പറയണ്ട. തെറ്റച്ഛന്റെ അല്ല. ഭാനു, വിവരക്കേട് പറയരുത്. അച്ഛൻ നടക്കുന്നു കരുതിയതും വാക്ക് കൊടുത്തതും അതിലും വലിയ വിവരക്കേടല്ലേ? എടി അഹങ്കാരി, ആലോചിച്ച് സംസാരിക്കണം. നല്ലോണം ആലോചിച്ചിട്ടുണ്ട് എല്ലാം. അതെ അച്ഛാ, എല്ലാം. എന്താ ഇപ്പൊ ഇവിടെ ഇറങ്ങണം ഈ നിമിഷം? അതും അറിയായിരുന്നു. ഒരു പെട്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ട് കുറച്ചു ദിവസമായി. എന്നാ അതെടുത്തോ, എന്നിട്ട് എവിടെ വെച്ചപ്പോ തോന്നുകൂടെ ജീവിച്ചോ. അച്ഛാ, അച്ഛൻ എന്തായി പറയണത്? കുട്ടി മിണ്ടരുത്. വേണ്ട അപ്പുമാമേ, അവൾക്ക് ഇഷ്ടമില്ല അച്ഛാ. പിന്നെ നിർബന്ധിച്ചിട്ടെന്താ? ഇറക്കി വിടൊന്നും വേണ്ട.
അച്യുതാ, ഞാനത്ര ഉളുപ്പ് കെട്ടവനൊന്നും അല്ല. നിന്റെ ചോറ ഞാനും ഇവറ്റകൾ ഇവിടെ ഇപ്പൊ തിന്നുന്നേ. കൂട്ടത്തോടെ ഇറങ്ങാൻ നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ തയ്യാറാ, സന്തോഷത്തോടെ. അയ്യോ, അപ്പൊ എന്തേ പറയുന്നേ? എന്നാ ഞാനും അവളും കൂടെ പാടില്ല. പകഞ്ഞു കൊള്ളി പുറത്ത്. ഭാനുവേച്ചി, വേറെ വഴിയില്ല മോളെ, നീ ഒന്നും പറയരുത്. അപ്പോ അത്രത്തോളായി അല്ലേ? ഇറങ്ങിപ്പോകാൻ അച്ഛൻ തന്നെ പറഞ്ഞു. ആ ഒരു സന്തോഷമുണ്ട്. സ്വന്തം തീരുമാനത്തിൽ ഇറങ്ങിയതല്ല എന്ന് പറയാലോ. സത്യം അതല്ലെങ്കിലും. വരേ, ആ പെട്ടിയും എടുത്തോളൂ. ഇവിടെ ആർക്കും വേണ്ടാത്ത 2 അനാഥ ആത്മാക്കളുടെ കൂടെ കഴിയാം. വാകുട്ടി, അകത്ത് ഒരുപാട് മുറികളുണ്ട്. ഇനി അടുക്കളയുടെയും കലവറയുടെയും താക്കോല് ഞാൻ അങ്ങ് തരും. എന്നിട്ട് താനെങ്ങടാ കാശിക്കോ? അത് മനസ്സിൽ വെച്ചോളൂ. ഇനിയുള്ള കാലം ബാനുവിന്റെ കൈകൊണ്ട് വല്ലതും വെച്ചുണ്ടാക്കി കഴിച്ചിട്ട് ഞാനൊന്ന് സുഖമായിട്ട് കഴിയാൻ പോവാ. അപ്പോ ഇയാൾ ഇവിടെ അടുക്കളപ്പണിക്ക് വന്നതെന്നാ തന്റെ വിചാരം? മംഗലശ്ശേരിക്ക് അപ്പുറത്ത് വിശാലമായ ഒരു ലോകം ഭാനുവിനെ കാത്തിരിപ്പുണ്ട്. യാത്ര തുടങ്ങാനാ ഭാനു ഇങ്ങോട്ട് വന്നത്. ചെല്ലു, ഇയാളിങ്ങനെ പല വിഡ്ഢിത്തരങ്ങളും പറയും. വാര്യരെ അങ്ങനെ പൊട്ടനാക്കല്ലേ. ഇത്തിരി ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഞാനേ കുറച്ചോണം കൂടുതലുണ്ടതാ. ഡിങ്ക ഡിങ്ക. കൂടുതൽ ഉണ്ണുന്നതാണ് ബുദ്ധിയുടെ മാനദണ്ഡം എന്ന് വെച്ചാ തനിക്ക് കുറച്ചൊന്നും അല്ല, കൂടുതൽ എന്നാ ബുദ്ധി. ഡിങ്കി ഡിങ്ക. വരേ വരേ. എന്താ? ടെലിഗ്രാം ഡൽഹിന്ന്, CS-ന്റെ. ഉടനെ പുറപ്പെടണമെന്ന്. എന്താ? ആരുടെ കമ്പി? ഡൽഹിയിലെ ഭാനുവിന്റെ ഡാൻസ് പ്രോഗ്രാം 16-ാം തീയതി എന്ന് പറയുമ്പോ ഇങ്ങെത്തിയില്ലേ? ഇന്ന് 10-ആയി. നാളെ തന്നെ പുറപ്പെടണ്ടേ? അതെ, താനിപ്പൊ തന്നെ വിട്ടോളൂ. ആ. തൃശ്ശൂരോ ഷൊർണൂരോ എവിടെ വേണേലും പോയി 2 ടിക്കറ്റ് ശരിയാക്ക. ആ. തന്റെ കൂടെ ഇവളെ വിട്ടാലത് ശരിയാവോടോ? വടക്കാഞ്ചേരിക്ക് അപ്പുറത്ത് ലോകം കണ്ടില്ലാത്ത കക്ഷിയാ. 2 ടിക്കറ്റോ? അപ്പോ നീലം വരുന്നില്ലെന്നോ? ഞാനോ? ഞാൻ എന്തിനാ ഈ വടിയൊക്കെ കുത്തിപ്പിടിച്ച്? അത് ബോറാ. എന്നാ പിന്നെ ആരും പോകുന്നു കരുതണ്ട. പിന്നല്ലാതെ. വാശി പിടിക്കല്ലേ, അതിന്റെ ആവശ്യമില്ല. അതാ ഞാൻ. ആവശ്യമുണ്ട്. എവിടെയാച്ചാലും മുൻനിരയിലിരിക്കണം. എങ്കിലും ഞാൻ ചിലങ്ക കിട്ടു. എന്നാ ശരി, ഇനി അതുകൊണ്ടൊരു കുറവ് വരണ്ട. താനും എളുപ്പം ഇറങ്ങി വരേ. ഞാൻ റെഡിയല്ലേ? എന്താ ഒരാലോചന? ഞാൻ ഓരോ കാര്യങ്ങൾ ഓർത്തങ്ങനെ നിന്നുപോയി. ഗംഭീരാവണം പ്രോഗ്രാം. പലരും ഉണ്ടാവും കേമന്മാർ. നൃത്തം കഴിയുമ്പോ ബാക്ക് സ്റ്റേജിൽ അഭിനന്ദിക്കാൻ വരുന്ന മഹാന്മാരുടെ ബഹളം. ഞാനതിങ്ങനെ മനസ്സിൽ കാണുമായിരുന്നു. സത്യം പറയട്ടെ, എനിക്കിപ്പോ വലിയ മോഹങ്ങളൊന്നുമില്ല. നൃത്തത്തിനോടുള്ള ആ ആവേശമൊക്കെ വിട്ടുപോയെന്ന് തോന്നുക. വിഡ്ഢിത്തരം പറയരുത്. ആ ആവേശമാണ് പ്രാണവായു പോലെ കൂടെ വേണ്ടത്. പിന്നെ മോഹങ്ങൾ ഒരുപാട് മോഹിച്ചാലേ കുറെയെങ്കിലും നടക്കൂ. ആകാശത്തോളം മോഹിച്ചോളൂ, ഒരു കുന്നോളം കിട്ടും. ഇതുകൊണ്ടൊന്നും ആയില്ല. കടലും കടന്നു ചെല്ലണം. കാലുകുത്ത് നരങ്ങുകളെല്ലാം കീഴടക്കണം. ഇതിനിടെ മറന്നു പോകരുതാത്തൊരു കാര്യമുണ്ട്. വിവാഹം. നാടെല്ലാം ആശീർവാദം ചൊരിയാനെത്തുന്ന ഒരു വിവാഹം. അതും കൂടെ എന്റെ ബാധ്യതയാണ്. അതെപ്പോഴും ആവാലോ. ഇത്ര അടുത്തില്ലേ? ഞാൻ കഴുത്തു കുനിക്കുന്നു, ഒരു ചരടെടുത്ത് ഇങ്ങോട്ട് കെട്ടുന്നു, കഴിഞ്ഞു. ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടിയും മംഗളവാദ്യം ഉണ്ടാവും. ഭാനു, അബദ്ധം പറയരുത്. അബദ്ധമല്ല, മനസ്സിൽ എന്നോ നിശ്ചയിച്ചുറപ്പിച്ചതാണ്.